Okay, good morning students. Good morning, sir. Okay, എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? അപ്പോൾ നമ്മളിന്ന് ബയോളജിയിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ചെറിയൊരു ഓർഗാനിസത്തിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങളെല്ലാവരും സ്ലിപ്പർ യൂസ് ചെയ്യുന്ന ആൾക്കാരാണോ? സ്ലിപ്പർ നടക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സ്ലിപ്പറിന്റെ ഷേപ്പ് എങ്ങനെയാണ്? ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയല്ലേ അല്ലേ? അപ്പോൾ ആ ഷേപ്പിൽ ഒരു ഓർഗാനിസം ഉണ്ട്, ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസം ഉണ്ട്. നിങ്ങൾക്ക് അറിയാമോ? ഏതാ? വെരി ഗുഡ്. അപ്പോൾ പാരമീസിയം അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഓക്കെ, ഓക്കെ, പാരമീസിയം എന്ന് പറയുമ്പോൾ സ്ലിപ്പർ ഷേപ്പ് യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ പാരമീസിയത്തിനെ പറയുന്നത് സ്ലിപ്പർ ആനിമൽക്യൂൾ. ഓക്കെ, എന്താ പറയുന്നത്? Slipper animal. അതിനെ വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ്, സ്ലിപ്പർ ഷേപ്പിലായതുകൊണ്ട്. ഓക്കെ, പാരമീസിയത്തിന്റെ സവിശേഷതകൾ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമോ? ഇല്ല അല്ലേ? ഇത് തന്നെയാണ് സവിശേഷത. യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആണ്. അതിന് ഒരൊറ്റ കോശം മാത്രമേ ഉള്ളൂ. പിന്നെ അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് അവർക്ക് എന്താണ്? സ്ലിപ്പർ ഷേപ്പാണ് അവർക്കുള്ളത്. ഓക്കെ, ഇനി ഞാൻ ഫോട്ടോ കാണിച്ചു തരാം. ഇതാണ് പാരമീസിയം. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇത് വാട്ടറിലാണ് കാണപ്പെടുന്നത്. നമ്മുടെ മറൈൻ വാട്ടറിലോ ഫ്രഷ് വാട്ടറിലോ ഒക്കെ വാട്ടറിൽ കാണപ്പെടുന്ന യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ് പാരമീസിയം. ഇനി ഇതിന്റെ പുറത്തായിട്ട് ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട് അല്ലേ? അതിന് ഒരു പേര് പറയും. അറിയാമോ ആർക്കെങ്കിലും? ഇല്ല. ഓക്കെ, ഈ ചെറിയ ചെറിയ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സിനെ അതിനെ സീലിയ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, the hair-like projections in paramecium is called cilia. Okay, അപ്പോൾ ഈ സീലിയയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ? പാരമീസിയത്തിന്റെ നേവിഗേഷൻ ആണ്. നേവിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാട്ടറിൽ അവർക്ക് എന്ത് ചെയ്യണം? മൂവ് ചെയ്യണം. ഓക്കെ, ഈ വാട്ടർ നേരെ വെറുതെ കിടന്നാൽ മതിയോ? അവർക്ക് സഞ്ചരിക്കണ്ടേ? മൂവ്മെന്റ് വേണ്ടേ? അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഈ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്? സീലിയ. ഓക്കെ, അതുപോലെ തന്നെ നമ്മളൊരു പാരമീസിയത്തിന്റെ സ്ട്രക്ചർ വരയ്ക്കാമോ? ശരി, അപ്പോൾ സ്ലിപ്പർ ഷേപ്പിൽ അനശ്വര പാരമീസിയത്തിന്റെ സ്ട്രക്ചർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ചുറ്റും ഇങ്ങനെ ചെറിയ ചെറിയ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് കാണുന്നുണ്ട്. അതിനെയാണ് സീലിയ എന്ന് പറയുന്നത്. അത് പാരമീസിയത്തിന് എന്തിന് സഹായിക്കുന്നുണ്ട്? ഓക്കെ, മൂവ്മെന്റ് ഓഫ് നാവിഗേഷന് സഹായിക്കുന്നുണ്ട്. ഇനി ഇതിൽ പ്രധാനമായിട്ടുമുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് എന്താ? ഓക്കെ, മൈക്രോ ന്യൂക്ലിയസ്. ഈ ചെറിയ ന്യൂക്ലിയസ് ആണ് മൈക്രോ ന്യൂക്ലിയസ്. ഈ വലിയ ന്യൂക്ലിയസ്, ലാർജർ ന്യൂക്ലിയസ് ആണ് മാക്രോ ന്യൂക്ലിയസ്. ഓക്കെ, ഇത് രണ്ടുമാണ് വേറെ രണ്ട് ഇമ്പോർട്ടന്റ് പാർട്സ് പാരമീസിയത്തിലുള്ള. അപ്പൊ ഏതൊക്കെ പാർട്സ് നമ്മൾ പറഞ്ഞു പാരമീസിയത്തില്? ഓക്കെ, മനസ്സിലായോ? ഇത്രയും പാർട്സ് നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, അപ്പൊ പാരമീസിയത്തിന്റെ സ്ട്രക്ചറിൽ നമ്മൾ 3 പാർട്സ് പറഞ്ഞു. ഏതൊക്കെയാ? സീലിയ, മൈക്രോന്യൂക്ലിയസ് ആൻഡ് മാക്രോന്യൂക്ലിയസ്. അപ്പൊ ഇനി ഒരു പാർട്ടായിട്ട് ഒരു സ്റ്റാർ ഷേപ്പിൽ ഒരു പാർട്ട് കാണുന്നുണ്ട് അല്ലേ? അത് ഇതിനകത്ത് വരച്ചിട്ടില്ല. അതിലേക്ക് വരയ്ക്കാൻ പോകുന്നു. ഓക്കെ, ഈ പാർട്ടിനെയാണ് കൺട്രാക്റ്റൈൽ വാക്യൂൾ എന്ന് പറയും. ഓക്കെ, ഓക്കെ, ഈ ഒരു പാർട്ടിന്റെ ഫംഗ്ഷൻ
എന്ന് പറയുന്നത് ഇതിപ്പോൾ വെള്ളത്തിലാണ് കിടക്കുന്നതെന്ന് പറഞ്ഞു പാരമ്യൂസിയം. അപ്പോൾ ഈ എക്സസ് വാട്ടർ ഇതിനുള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യും? അതിനെ ഫോഴ്സ് ചെയ്ത് പുറത്തോട്ട് വാട്ടറിനെ ഫോഴ്സ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഈ കൺട്രാക്റ്റൈൽ വാക്യൂള് പാരമ്യൂസിയത്തിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പാർട്സ് മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, പരശുരോ ഏതൊക്കെയാണ് പാരമ്യൂസിയത്തിലുള്ള പാർട്സ്? Cilia, micronucleus, macronucleus, contractile. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു.